ഇതാണ് കേട്ടോ ഇറച്ചിയപ്പം. ഞങ്ങളിവിടെ നോമ്പൊക്കെ ആകുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മളെപ്പോഴും നോമ്പ് തുറക്കുമ്പോഴൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ ഈ എണ്ണക്കടികളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. എണ്ണയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഹെൽത്തിയാണ് കേട്ടോ. നമ്മൾ എണ്ണയിലൊക്കെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ, ഓയിലി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നതിൻ്റെ ഇതാകുമ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയാലും സിമ്പിളാണ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ബീഫോ ചിക്കനോ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് യൂസ് ചെയ്യാം. എൻ്റെ ഫുൾ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് അത് കാണാം കേട്ടോ. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ളത് അതിലുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഞാനിതിൽ ഫുൾ റെസിപ്പി ഒന്നും പറയുന്നില്ല. നോമ്പൊക്കെ ആകുമ്പോൾ നമ്മൾ എത്രയൊക്കെ എണ്ണക്കടികൾ ഒഴിവാക്കണം, സ്നാക്സ് ഒഴിവാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് ആ ടൈമിലേക്ക് അത് കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് കഴിച്ചു പോകും കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ അത്രയും നേരം നോമ്പ് എടുത്തിട്ടേ അപ്പോൾ ഒരു ഇത്തിരി എരിവുള്ള സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ ഞങ്ങൾ അതിന് ഈ എണ്ണക്കടികളാകുമ്പോൾ നമുക്ക് ഭയങ്കര നെഞ്ഞേറ്റമൊക്കെ വരും. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ.